അതിൽ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു. അതിൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇവർ ടിക്കറ്റ് എടുക്കാണ്ട് മലപ്പുറത്തുനിന്ന് ഇവർ കയറി, കൊച്ചിയിലേക്ക് കയറി. ആരല്ലോ? ആദിലും മമ്മുവും ജാസിയും. ഇതിൽ മെയിൻ പ്രശ്നക്കാരൻ ആദിലാണ്, അല്ല സോറി മമ്മുവാണ്. അപ്പൊ ഇവർ കയറി. അപ്പൊ കയറി എന്ന് വെച്ചാൽ സാധാരണ നമ്മള് പെട്ടെന്നായിരിക്കും ഇതാക്കല്, അതായത് പെട്ടെന്നായിരിക്കും നമ്മള് ടിക്കറ്റ് എടുത്ത് കയറുന്നത്. അത് നമ്മൾ അധികം പ്ലാൻ ചെയ്ത് 2 ദിവസം ഇതൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് ചിലപ്പോൾ ഇപ്പൊ ചിലപ്പോൾ പോകും, ചിലപ്പോൾ നാളെ വരും. അങ്ങനെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യലൊന്നുമില്ല. അപ്പൊ ടിക്കറ്റ് എടുത്ത് കയറിയിട്ട് TTRന് പൈസ കൊടുത്ത് കൺവേർട്ട് ചെയ്യല. ഇങ്ങനെ കുറെ ആൾ ചെയ്യുന്നുണ്ടാവും. അപ്പൊ കൺവേർട്ട് ചെയ്യുന്ന പരിപാടി നമ്മൾ ചെയ്യല്. ഇങ്ങനെ ടിക്കറ്റ് എടുത്ത് കയറിയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. ഈ പരിപാടി നമ്മൾ ചെയ്യല്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി ഇവർ കയറി. അപ്പൊ കയറി ഒരു TTR എന്ത് ചെയ്തു? TTR ഇവരുടെ അടുത്ത് എന്തോ ചൂടായിട്ട് എന്തോ പറഞ്ഞു, ഇങ്ങനെ നടക്കൂല. അപ്പൊ ഇവരോടത്ത് ആദ്യം ആരോ ഏതോ TTR പറഞ്ഞു പോലെ കയറിക്കോ, ഇത് മാറ്റി തരാം. എന്നിട്ട് വേറെ ഏതോ TTR കണ്ടു, വേറെ ഏതോ TTR പറഞ്ഞു അങ്ങനെ നടക്കൂല, സീനാക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇവർ എന്ത് ചെയ്തു? പിന്നെ എന്തല്ലോ ജാസിന്റെ മുടിയെല്ലാം കണ്ടിട്ട് ഇവൻ കഞ്ചാവാന്ന് അങ്ങനെ എന്തോ രീതിയിൽ സംസാരിച്ചു പോലും. അങ്ങനെ എന്തോ രീതിയിൽ സംസാരിച്ചു. അപ്പൊ എന്ത് ചെയ്ത് ഇവർക്ക് ഇതായിട്ട് അപ്പാട് അതിൽ കയറി ലൈവ് ഇട്ടാൽ എന്തായി? മമ്മു കുറച്ച് ഓവറായി. മമ്മുവിന്റെ ഒരു പരിപാടി ഉണ്ടല്ലോ, ലൈവ് ഓണായി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഓവറാകുന്ന പരിപാടി ഉണ്ടല്ലോ. അങ്ങനെ മമ്മു കുറച്ച് ഓവറായി. അങ്ങനെ ഓവറായപ്പോൾ എന്തായി? ഇത് കുറച്ച് സീനായി. അങ്ങനെ പോലീസുകാർ കേസാക്കും എന്ന് പറഞ്ഞ് അങ്ങനെ. അപ്പം നമ്മൾ എന്ത് ചെയ്ത് ലാസ്റ്റ് ഞാനും തൊപ്പിയും എൻ്റെ ഹോസ്റ്റലും കൂടി ഒരാളെ അങ്ങോട്ടേക്ക് അയച്ചു. ഒരു മിലിറ്ററിയിലുള്ളയോ ഒരാളെ അങ്ങോട്ടേക്ക് അയച്ചു. നമ്മൾ ഒരാളെ അയച്ചു, ദേവസ്വം ബോർഡിലുള്ള ഏതൊരു പിടിപാടുള്ള ഒരാളെ അയച്ചു. പക്ഷെ എന്താ അതിലൊന്നും കാര്യം ഉണ്ടായില്ല. എൻ്റെ ഇപ്പം എന്തോ കേസായി തോന്നുന്നു. ഇല്ല, കേസായിട്ടില്ല. എന്തോ ഫൈൻ അടക്കം എന്തോ പരിപാടിയിൽ ഇപ്പോൾ ഇതായിട്ടുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ സംഭവം.